തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ സ്വർണ്ണമാല മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ പരാതിക്കാരിയുടെ വീട്ടിൽ ജോലി സഹായത്തിനായി നിന്ന യുവതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയുണ്ടായി. അന്വേഷണത്തിനിടെ പരാതിക്കാരി സ്വർണ്ണമാല തിരികെ കിട്ടിയതായും തുടരന്വേഷണം ആവശ്യമില്ലെന്നും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ FID റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. പ്രതിയേർക്കപ്പെട്ട യുവതി പിന്നീട് പോലീസിനെതിരെ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ പ്രസാദിനെയും ഗ്രേഡ് ASI പ്രസന്നകുമാറിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ക്രൈം നമ്പർ 850/2025 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. 1/1/2020 അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ വാഹനാപകട കേസിൽ വാഹനം ഓടിച്ചിരുന്നയാൾക്കെതിരെ മദ്യപിച്ചതിനും പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയതിനും ക്രൈം 7/2020 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 5 മാസത്തിന് ശേഷം ആ വ്യക്തി വീട്ടിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രി എത്തിക്കവേ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ 1798/2020 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മരണകാരണം ഹൃദയ സംബന്ധമായ അസുഖമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരെ വിളിച്ചു വരുത്തിയ സന്ദർഭത്തിൽ പരാതിക്കാരൻ്റെ കണ്ണിൽ കുരുമുളക് സ്പ്രേ ചെയ്തു എന്ന സബ് ഇൻസ്പെക്ടർക്കെതിരായ പരാതിയിന്മേൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷണം നടത്തി വരികയാണ്. കുണ്ടറയിലെ 2024 ഒക്ടോബർ 10 തോംസൺ തങ്കച്ചൻ ഭാര്യയെയും കുടുംബങ്ങളെയും ദേഹോപദ്രവമേൽപ്പിച്ച സംഭവത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ക്രൈം 1553/24 കേസന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ്. 2 മാസത്തിന് ശേഷം തോംസൺ തങ്കച്ചനെ താമസസ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയുണ്ടായി. അമിത മദ്യപാനവും പാൻക്രിയാസിലും പിത്താശയത്തിലുമുള്ള രോഗത്തിൻ്റെ കാഠിന്യത്തിലുമാണ് മരണപ്പെട്ടതെന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി വെളിപ്പെട്ടിട്ടുണ്ട്. കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി 28/5/2025 ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിലെ പരാതികളെപ്പറ്റി പറഞ്ഞല്ലോ. 2017 808 പരാതികൾ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിലുണ്ടായിരുന്നു. 2021 272 പരാതികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 270 അതോറിറ്റി തീർപ്പാക്കി. 2022 2023 146 വീതം പരാതികളാണ് ഉണ്ടായത്. 2024 94, 2025 45 പരാതികളാണ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പരാതികളുടെ എണ്ണത്തിൽ സ്വാഭാവികമായ കുറവുകൾ സംഭവിക്കുന്നത് പരാതികൾക്കിടയാകുന്ന സാഹചര്യം സംസ്ഥാനത്തിനകത്ത് നിലനിൽക്കുന്നില്ല എന്നതാണ് കാണിക്കുന്നത്. സർ, ഇവിടെ ഈ സമീപനത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനം. പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ ആ തെറ്റായ കാര്യങ്ങൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് സമീപനം. അതിൽ പിരിച്ചുവിടലടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് കുറ്റത്തിൻ്റെ കാഠിന്യമനുസരിച്ച് ഇനിയും അതേ സമീപനം തന്നെ തുറന്നു പോവുകയാണ് ചെയ്യുക. പൊതുവെ അതിന് സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഈ കാര്യത്തിൽ പൊതുവെ പറയാനുള്ളത്.